ഇതാണ് മാണിക്കാവ് ക്ഷേത്രം. എന്റെ നാട്ടിലെ ഒരുപാട് ഉള്ള ഒരു അമ്പലമാണ് മാണിക്കാവ് ക്ഷേത്രം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ട്ടോ. ഇവിടെ പണ്ട് ഒരുപാട് മുനിമാർ ഇവിടെ തപസ്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടും എന്നാണ് പേന തുടങ്ങി. ഇത് പിന്നീട് മാണിക്കാവ് എന്നാണ് മാറി. പിന്നെ എനിക്ക് കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ. പണ്ട് ഇവയൊക്കെ ഒരുപാട് കാട്ടിലായിരുന്നു. ആ കാട്ടിന്റെ അടുത്ത് ഇത് അപ്പൂപ്പൻ ജീവിച്ചിട്ടുണ്ട്. നല്ല വെളുത്ത താടിയും വെളുത്ത കമ്പ മീശയും വെള്ള കണ്ടും ഒക്കെയുള്ള അപ്പൂപ്പനെ 10 പശുക്കൾ ഉണ്ടായിരുന്നു. പശുക്കളില് പാലെത്തിട്ടാണ് അപ്പൂപ്പൻ ജീവിച്ചിരുന്നത്. പശുക്കളെ മുഴുവൻ പുല്ല് തിന്നാനായിട്ട് അപ്പൂപ്പൻ കാട്ടിലേക്ക് വിടും. അതൊരു വെള്ളിക്കാല ഉണ്ടു. നിറയെ മലങ്ങാണ് ചെടികളും ഗിരികളും ഒക്കെയുള്ള കട. പുല്ലൊക്കെ തിന്ന് പശുക്കൾ നേരെ തിരിച്ചു വരും. ഒരു ദിവസം 1 പശുക്കളെ വന്നിരുന്നു. ഒരു പശുവിനെ കാണാനില്ല. അപ്പൂപ്പൻ സങ്കടായി. കാട്ടിലേക്ക് പോയി നോക്കാം. അപ്പൂപ്പക്ക് പേടി. അപ്പൂപ്പ ക്ഷമിച്ചിരിക്കുമ്പോ അവിടെ വരുന്ന അപ്പൂപ്പനും പശു അപ്പൂപ്പന് സന്തോഷം. പിറ്റേ ദിവസം ഇത് തന്നെ സംഭവിച്ചു. പശുവിന് പാലുണ്ടാവുന്നില്ല. പാവപ്പൂപ്പൻ പാലെ വിട്ടല്ല വെച്ചിരുന്നെന്ന്. അങ്ങനെ ഒരു ദിവസം 1 പശുക്കാലത്തിലെ ശേഷം അപ്പൂപ്പൻ കാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. അപ്പൂപ്പക്ക് പേടിയുണ്ട്. അപ്പൂപ്പന് കൂട്ടായി മാനത്ത് മാമനുണ്ടായിരുന്നു. അങ്ങനെ പോയി ഇടാ ദൂരടാറിക്കുന്നു. അപ്പൂപ്പന് പശുവിനടുത്തേക്ക് മെല്ലെ അപ്പൂപ്പൻ പോയി നോക്കി. അയ്യോ കാഷ്ട കണ്ണ്. അപ്പൂപ്പൻ പേടിച്ചു പോയി. എന്താ അറിയോ? കല്ലിന് മുകളിലേക്ക് കാല മുടുക്കിക്കൊണ്ട് അപ്പൂപ്പന്റെ പശു. ഈ വിവരം അപ്പൂപ്പൻ നാട്ടുകാരെയൊക്കെ അടിച്ചു. എല്ലാരും ഓടിയെന്നു. അങ്ങനെ നോക്കിയപ്പോ കണ്ണിനടിയിലായി ഇവരത്തെ ശിവഭഗവാനെ കണ്ടത്. അങ്ങനെ ആ നട്ടര ഇവിടെ ഈ അമ്പലം എല്ലാവർക്കും ഇഷ്ടമായ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.